ഭ്രമയുഗം സിനിമയ്ക്കെതിരായ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് മാറും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, സിനിമ അടുത്ത ദിവസം തിയേറ്ററുകളിൽ എത്താനിരിക്കെയാണ് വളരെ വേഗത്തിലൊരു ഹർജി ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ മുൻപിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ വിഷയം കോടതി തീർപ്പാക്കിയത് എങ്ങനെയാണ്? അതായത് ഈ ഭ്രമയുഗത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് കോട്ടയം കുഞ്ചമൺ കുടുംബം സമർപ്പിച്ചൊരു ഹർജിയാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അതായത് ഈ സിനിമയിൽ കുഞ്ചമൺ പോറ്റി എന്നായിരുന്നു പ്രധാന കഥാപാത്രത്തിന് നൽകിയിരുന്ന പേര്. ആ കഥാപാത്രം ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന കഥാപാത്രമാണ്. അത് തങ്ങളുടെ വംശത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി തങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കുഞ്ചമൺ പോറ്റി എന്ന കഥാപാത്രം തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിന്റെ പേര് മാറ്റണം. തങ്ങളുടെ കുടുംബത്തിന് അപമാനകരമാണ് ഇങ്ങനെ ഒരു പേര് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്, തങ്ങളുടെ ചരിത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയാക്കും തുടങ്ങിയ ആക്ഷേപങ്ങളായിരുന്നു ഈ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇന്നലെ തന്നെ ഈ ഹർജി വന്നപ്പോൾ തന്നെ ഈ പ്രധാന കഥാപാത്രത്തിന്റെ പേര് മാറ്റാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. കൊടുമോൺ പോറ്റി എന്നാക്കി മാറ്റാൻ തയ്യാറാണ്, അതിനുവേണ്ടി സെൻസർ ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ സെൻസർ ബോർഡിനോട് ഇന്നലെ തന്നെ കോടതി അതിന്റെ സ്റ്റാറ്റസ് അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇന്ന് സെൻസർ ബോർഡിന്റെ അഭിഭാഷകൻ പറഞ്ഞു അങ്ങനെ ഒരു അപേക്ഷ ലഭിച്ചിട്ടുണ്ട്, ഈ പ്രധാന കഥാപാത്രത്തിന്റെ പേര് കൊടുമോൺ പോറ്റി എന്ന് മാറ്റുന്നതിനുള്ള അനുമതി സെൻസർ ബോർഡും നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി, എന്ന് കോടതി അറിയിച്ചതോടുകൂടി ആ തർക്കം പരിഹരിക്കപ്പെട്ടു. അതായത് പ്രധാന കഥാപാത്രത്തിന്റെ പേര് മാറുന്ന സാഹചര്യമാണ് ഇനിയുള്ളത്. അങ്ങനെ മാറ്റാൻ കോടതി അനുവദിച്ചു, സെൻസർ ബോർഡും അനുവദിച്ചു. അതോടുകൂടി ആ തർക്കം തീർന്നു. അങ്ങനെയാണ് കോടതി ഹർജി തീർപ്പാക്കിയത്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഭ്രമയുഗം സിനിമയ്ക്കെതിരായി വന്ന ഹർജി കോടതി തീർപ്പാക്കിയിരിക്കുകയാണ്. സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് മാറ്റിക്കൊണ്ടാണ് ആ ഹർജിയിൽ കോടതി പരിഹാരമുണ്ടാക്കിയത്. വിവരങ്ങളാണ് ഇപ്പോൾ സാലി മുഹമ്മദ് നൽകിയത്.